രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അടി ഉണ്ടാക്കി. അതുകൊണ്ട് തല്ലിയത് കയ്യും കൊണ്ടോ? എന്താ മഴ പെയ്തപ്പോ കണ്ടില്ലേ കുട്ടികൾക്ക് തണുപ്പടിച്ചിരിക്കണത്. ഇതാ പുറത്തും മഴയാണ് കേട്ടോ. അപ്പൊ അവിടെ ഇങ്ങനെ നിൽക്കുമ്പോഴേ ആ ഷീറ്റിൽ ഇങ്ങനെ സൗണ്ട് കേൾക്കണ്ട. കണ്ടോ? സുകന്യ ചായ വെച്ച് കൊണ്ടു കേട്ടോ. ചായക്ക് നോക്കുമ്പോൾ ഒരു കടിയില്ലാണ്ട് ചായ കുടിക്കാൻ ഒരു തോന്നണില്ല കേട്ടോ. മഴ പെയ്യുമ്പോൾ എന്തെങ്കിലും കഴിക്കണ്ടേ. അപ്പം ഞാനൊരു ഉള്ളി നേരെക്കിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും ഉള്ളിയാണോ തിന്നണെന്നുള്ളതില്ലേ? ഉള്ളിയാണോ ചായക്ക് എന്നുള്ളത്? അതൊന്നും അല്ല കേട്ടോ. ഒരു തട്ടിക്കൂട്ട് സാധനം ഉണ്ടാക്കാറുണ്ട്. അമ്മു കണ്ടോ ചായ കുടിക്കുന്നത്. അവൾ ബിസ്ക്കറ്റ് ഇല്ലാണ്ട് അമ്മ ബിസ്ക്കറ്റ് ഉണ്ടോ ചോദിക്കുക. ചായോ ഒക്കെ നിങ്ങൾ എടുത്ത് അവില് ഇപ്പം എന്നിട്ട് പോയിട്ടില്ലേ? എന്തെങ്കിലും വാങ്ങിട്ട് വരുമോ എന്ന് പറഞ്ഞിട്ട് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. എന്തെങ്കിലും വാങ്ങിട്ട് വരുമോ പറഞ്ഞിട്ട് വിട്ടതാണ്. അരി വറുത്തത് കഴിക്കുക പറഞ്ഞു വെച്ചാൽ എന്താ നാളെ അരി വറുത്തില്ലേ? എപ്പോഴെപ്പോഴും വീട്ടിൽ അരി വറുത്ത് കഴിഞ്ഞ് വെച്ചാലേ നല്ലതല്ല, ചീത്ത അറിയും കേട്ടോ. നല്ലതല്ല ചീത്ത അറിയും. അരി വറുക്കാൻ പാടില്ല അങ്ങനെയെന്ന് പറഞ്ഞിട്ട്. അപ്പം അത് നമ്മൾ മാനിക്കണമല്ലോ. തായോ ഞാൻ പൊട്ടിക്കാത്. അത് എനിക്കറിയേ. അത് നീ പൊട്ടിക്കുള്ളൂ. നീ ഇല്ലമ്മോ അതവളെ പൊട്ടിക്കുള്ളൂ. ഒരു സ്പൂൺ എടുത്തിട്ട് വന്നാ പോയിട്ട് കിട്ടില്ല. കത്തിൻ്റെയിലാണ് കൈ കൊണ്ട് പൊട്ടിക്ക. നക്ക് ഏത് വെള്ളത്തില് മൊത്തം എടുത്തോട്ടാ. നിക്ക് എന്താണ് ഞാൻ ചെയ്യണ കാണില്ലേ? ഇതാവുമ്പോ എന്താണെന്നറിയോ? എന്താച്ചോ ഇതാ അതിലുണ്ടേ. തോനെ എല്ലാവർക്കും വേണ്ടേ? താഴേക്കും കൊടുക്കണ്ടേ? നല്ല എരിവുള്ള മിച്ചറാണോ വെച്ചാൽ ഒന്നും കൂടി രസം. ഇതിൽ ക്യാരറ്റ് ഒക്കെ ഇടാട്ടോ. നമ്മുടെ അടുത്ത് ക്യാരറ്റ് ഒന്നുമില്ല. പിന്നെ എങ്ങനെ ഒഴിച്ച് ഫുള്ളൊഴിച്ച് ഇനി വിരലിട്ടിട്ട് ഇങ്ങനെ വിരലിട്ടോണ്ട് അതാ എവിടെ എത്തിയില്ല. പൊയ്ക്ക. ഇങ്ങനെയൊക്കെ ഉണ്ടാക്കുക, ഇങ്ങനെയൊക്കെ കഴിക്കുക. എന്താ അനിയേട്ടനില്ലേ കിച്ചാണ് കേട്ടോ. പനിയാണ് അനിയേട്ടന്. ഇനി പനി വന്നു കഴിഞ്ഞാൽ വെച്ചാൽ ചുമ. കൊലക്കൂർക്കിട്ടിട്ട് വെള്ളം തിളപ്പിച്ചു. ചില കൂട്ടുകാർ ചോദിച്ചിരുന്നേ ഈ കഞ്ഞിക്കൂർക്കയാണോ എന്നുള്ളത്. കഞ്ഞിക്കൂർക്കല്ല കേട്ടോ. അത് രണ്ടാണ്. ഞാൻ കഞ്ഞിക്കൂർക്കയുടെ പനിക്കൂർക്കാന്നും പറയും കൊരക്കൂർക്കാന്നും പറയും കേട്ടോ. ഇതിന്റെ തണ്ടൊരു വയലറ്റ് കളറായിരിക്കും. ലൈറ്റ് വയലറ്റ് കളറായിരിക്കും. കഞ്ഞിക്കൂർക്കയുടെ തണ്ട് ശരിക്കും പച്ച കളർ തന്നെയല്ലേ ഉണ്ടാവുക. ഞാൻ കാണിച്ചു തരാം കേട്ടോ. ആ സംഭവം ഇവിടെ ഇല്ല. മേമയുടെ വീട്ടിലുണ്ട് കഞ്ഞിക്കൂർക്ക. നമ്മുടെ വീട്ടിലുള്ളത് ഇല്ലേ കിണറടിച്ചപ്പോൾ പോയില്ലേട്ടാ. അവിടുത്തെ ഇത് കാരണം പിന്നെ അവിടെ ഉണ്ടായേയില്ല. പിന്നെ ഇല്ലേ കൂട്ടുകാരെ ഒരു കാര്യം കൂടി പറഞ്ഞു. നമ്മുടെ ഈ അരിമുളകും ചെടിയൊക്കെ ഇല്ലേ, ചക്കയൊക്കെ അരിമുളകിൻ്റെ ചെടിയൊക്കെ നശിച്ച് പോവുക. നമ്മൾ കുഴൽക്കിണറടിച്ച സമയത്തില്ലേ കുറേ പാറപ്പൊടി ഉണ്ടായിരുന്നു കേട്ടോ. മാറ്റാൻ തന്നെ ഒരു നിങ്ങൾ കണ്ടിരുന്നില്ലേ, ഒരു ഗുഡ്സ് വണ്ടിയിൽ മുകളിലുണ്ടായിരുന്നു. അതിൻ്റെ കുറേ ഇത് കൂടി ഉണ്ട്. ഇത്ര വരെ ചെടിയായി കഴിഞ്ഞാൽ ആ ചെടി തന്നെ നശിച്ചു പോകും. ഇത്ര വരെ ആകുമ്പോഴേക്കും ചെടി തന്നെ നശിച്ചു പോകും. കണ്ട അമ്മുട്ടി പറയുന്നത്. നമുക്ക് അങ്ങോട്ട് പോവാ, കോലാക്കി പോവാ. മഴ കണ്ടിട്ട് കഴിക്കാം. ചേട്ടന് ചായ വേണ്ടേ? അച്ഛക്ക് ചായ കൊടുക്കേ. ആ നല്ല മണം. ഇതുകൊണ്ട് എങ്ങനെ തരിക നോക്കട്ടെ. രസമുണ്ടോ? ഇതിൽ ഇതൊക്കെ ഇടും കേട്ടോ. നമ്മളിപ്പോൾ നമ്മുടെ അടുത്തുള്ളതും കൊണ്ട് ചായക്ക് എന്തെങ്കിലുമൊക്കെ ഒരു കടി വേണ്ടേ? മുട്ടി ഇതൊന്ന് കുറച്ച് അങ്ങോട്ട് കൊണ്ടു കൊടുക്ക് പാത്രത്തേക്ക്. ഒരു പാത്രത്തിൽ കുട്ടികളും എന്താ അങ്ങോട്ട് വരാഞ്ഞ്? കുഞ്ഞു 4 മണി ആവണില്ലേ ഉള്ളൂ അല്ലേ? ചാച്ചനും മേമയ്ക്കും മറ്റൊരു ഇവിടെ വന്ന് കഴിച്ചോളൂ.
കേട്ടോ ഇതിൻ്റെ ഒരു മണമൊക്കെ നല്ലൊരു മണം. ബാ മുട്ടി കഴിച്ചോ? ബാ. കണ്ടോ മഴ പെയ്തിട്ട് ഫുൾ നനഞ്ഞ്. കഴിഞ്ഞ പ്രാവശ്യത്തില്ലേ എന്തോ നമുക്ക് ഇപ്രാവശ്യം എന്ത് പറയല്ല ഭാഗ്യമുണ്ട് കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റൂട്ടിൽ നിന്ന് വരുന്ന വെള്ളം ഫുള്ള് നമ്മുടെ ഈ വീട്ടിലേക്കായിരുന്നു കേട്ടാ. ഫുൾ വെള്ളം എന്താ വെച്ചാൽ ഒരു സൈഡിക്ക് അങ്ങനെ ഒലിച്ചിട്ട് ഈ സൈഡിക്ക് മാത്രം വന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഫുള്ള് നമ്മുടെ മതിൽ തന്നെ ഇടിഞ്ഞ് ഇങ്ങോട്ട് വീഴേണ്ട ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ നിന്നിരുന്നത്. ഇപ്രാവശ്യം മതിൽ കെട്ടണതിൻ്റെ അല്ലേ ഈ സൈഡ് കെട്ടണതിൻ്റെ മുമ്പേ ഇങ്ങോട്ട് പോയിരിക്കുക. നമ്മുടെ വരിവെള്ളം മൊത്തം വീണിട്ടേ പിന്നെ നമ്മൾ ഇവിടുത്തെ തെങ്ങ് മുറിച്ച് കഴിഞ്ഞപ്പോൾ എന്താ റോഡാണെങ്കിൽ ചെറിയൊരു രീതിയിൽ പൊട്ടലും വന്നില്ലേ. തെങ്ങ് തവിടെ അപ്പോൾ അതും കൊണ്ട് മതിൽ കെട്ടിയതാ. അല്ലെങ്കിലും കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ വെള്ളം ഇങ്ങനെ ഫുള്ളും മുറ്റത്തേക്ക് തന്നെ ആയിരിക്കും കേട്ടോ. പക്ഷെ അപ്പുറത്തെ സൈഡ് എന്തായിന്നറിയോ, അപ്പുറത്തെ സൈഡ് ഇടിഞ്ഞു അല്ലേട്ടാ. ഇവിടെ കെട്ടിയപ്പോൾ അപ്പുറത്തെ സൈഡ് ഇടിഞ്ഞു. അനിയേട്ടനെ ഒന്നും പറയാൻ പറ്റില്ല കേട്ടോ. പറയുമ്പോഴേക്കും സൗണ്ട് മൊത്തം പോയിട്ട്. ഇനി നമുക്ക് ഈ പറങ്കിമൂച്ചി ഉണ്ടോ, ഈ പറങ്കിമൂച്ചി ഇവിടുന്ന് പോയി കഴിഞ്ഞാലാണ് ശരിക്കും നമ്മുടെ വീട്ടിലേക്കുള്ളൊരു വഴി ശരിയാവുള്ളൂ. ഇപ്പം എന്താ പച്ചപ്പ് പറട്ടാ ഓടി അങ്ങോട്ട് വന്നു കഴിഞ്ഞല്ലേ താഴേക്കങ്ങോട്ട് വീഴും. അങ്ങനെയാണ് കേട്ടോ. കുറ്റിച്ചൂലും കൊണ്ട് നല്ല എങ്ങനെ ഉറച്ചിതാക്കിയിട്ടും ഈ ഒരു മണ്ണ് ഇവിടുത്തെ ഒരു മണ്ണില്ലേ ഭയങ്കര ഒരു പശമുള്ളൊരു മണ്ണാണ്. ഭയങ്കര ഒരു അല്ലേ മമ്മൂട്ടി? ഇങ്ങനെ കുട്ടികളൊക്കെ ഇങ്ങനെ സൂവറിട്ട് പോവും. അങ്ങനത്തെ ഒരു മണ്ണാണ് കേട്ടോ. അത് പോളിയോ ഉണ്ടായിരുന്നില്ല 28-ാം തീയതി. അപ്പൊ എല്ലാ വീട്ടിലും ഉണ്ടാവും കേട്ടോ അത്. ഇങ്ങനെ എന്തിട്ട് അല്ല എന്തൊക്കെയാ പറയണു. വായത്ത് കഴിഞ്ഞിട്ടല്ലേ പറയപ്പെടു. നമ്മളിവിടെ തേക്കണമെന്നും കൂടി വിചാരിച്ചാണ് കേട്ടോ. അനിയനെ ഒഴിവ് കിട്ടിക്കഴിഞ്ഞു വെച്ചാൽ മതിലും കൂടി തേച്ച് കഴിഞ്ഞാൽ ഒന്നും കൂടി ഒരു ഉറപ്പുണ്ടാവുമല്ലോ. അങ്ങനെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇപ്രാവശ്യം പറ്റിയില്ല, അടുത്ത പ്രാവശ്യം. എന്നാലും കഴിഞ്ഞ കൊല്ലം നമ്മൾ മഴയൊക്കെ പെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് ഇപ്രാവശ്യമെങ്കിലും നമ്മുടെ വീട്ടിലേക്ക് കയറിക്കൂടാൻ പറ്റിയിരുന്നെങ്കിലോ എന്നുള്ളത്. അതെന്തായാലും നടന്നു. പൊന്നു പട്ടിയോ? എവിടത്തേക്ക് ഒന്നും അറിയില്ല. ഒക്കെ ഒരു 10-15 എണ്ണപ്പം ഉണ്ട് ഇത് കൂടെ. കറുത്ത പൂച്ചക്കുട്ടിയില്ലേ നമ്മുടെ തറവാട്ടത്തില്ലേ ആ കോഴിക്കോട്, അതിൻ്റെ ഉള്ളില്ല. അപ്പൊ എന്താ ഇന്ന് ഫുൾ ടൈം മഴയായിരുന്നു കേട്ടോ. വെയിലേ കണ്ടിട്ടില്ല. നല്ല അതും കൊണ്ട് എന്താണെന്ന് പറയുക, തുണികളൊക്കെ നമ്മൾ ഈ സിറ്റ് ഔട്ടിൻ്റെ ഇവിടെ വേഗം വലിച്ചു വാരിയിട്ട് ചെറിയൊരു വെക്കാനം കാണുമ്പോൾ ഇത് കൂടെ ഇടാലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ കൊണ്ടുവന്ന് വെച്ചാൽ ഇവിടെ ഇട്ടില്ല, അപ്പുറത്തും ഇട്ടില്ല. അങ്ങനെ അപ്പം നിങ്ങളില്ലേ ഇങ്ങനെ ഉണ്ടാക്കാറുണ്ടോ? ഞാൻ ഇടയ്ക്ക് ഒന്നും ഇല്ലാത്തപ്പോൾ ഇനി അവിലില്ലേ, വെറുതെ അവില് പഴവും ചെറിയ ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് നിലക്കടലയൊക്കെ പാടിട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിക്കും കേട്ടോ. മഴ പെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നില്ലേ? എനിക്ക് കഴിക്കാൻ തോന്നും. എന്തമ്മോ നമ്മൾ അടുത്ത ഈ മാസം ഇവിടേക്ക് വരുന്നുണ്ട് പറഞ്ഞപ്പോൾ മണ്ണാർശാല എവിടേക്കെന്നറിയോ? എവിടേക്ക്? അമ്പലപ്പുഴ വരുന്നുണ്ട് പറഞ്ഞപ്പോൾ മണ്ണാർശാല അവിടെ അടുത്താണ്. ഫ്രസി അവിടേക്ക് വരുമോ എന്നൊക്കെ ചോദിച്ചിരുന്നു. നമുക്ക് ഇവിടെ നിന്ന് വരികയാണ് പറഞ്ഞാൽ 6 മണിക്കൂർ യാത്ര ചെയ്യണം അല്ലേ? 6 മണിക്കൂറല്ലേ പറഞ്ഞത്? അടിപൊളിയാ. ഞാൻ സത്യം പറയാച്ച ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഈ കുട്ടികൾക്ക് ചോറ് കൊടുക്കാൻ പോകുമ്പോൾ പറശ്ശിനിക്കടവ് ഒന്ന് കണ്ടിട്ടുണ്ട്, ചോറ്റാനിക്കര കണ്ടിട്ടുണ്ട്, കൊടുങ്ങല്ലൂർ കണ്ടിട്ടുണ്ട്. പിന്നെ എവിടെയായിട്ടാ പോയത്? കാടാമ്പുഴ ഒന്ന് പോയി കണ്ടിട്ടുണ്ട്. പിന്നെ ഞങ്ങള് എറണാകുളം വന്ന സമയത്ത് ഈ മണിച്ചിത്രത്താഴ് സിനിമ ഷൂട്ട് ചെയ്തില്ലേ, ആ കൊട്ടാരം മ്യൂസിയം അല്ലേ അത്? കൊട്ടാരല്ലേ? കൊട്ടാരത്തേക്ക് അവിടേക്ക് ഒന്ന് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ എവിടേക്കാ പോയിരിക്കുന്നത്? പറശ്ശിനിക്കടവ് പോയ സമയത്ത് അവിടെ ഒരു പാമ്പുകളുടെ ഒരു
സ്ഥലമുണ്ട്. അതൊന്നും അന്ന് അമ്മു മാത്രമേ ഇല്ലുള്ളൂ, അച്ചുട്ടി ഇല്ലല്ലോ. അമ്മൂന് ചോറ് കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ലേട്ടാ അങ്ങനെ തന്നെ കുറേ കടലുകൾ കണ്ടേക്കണ്. കടലുകളെ കണ്ടേക്കണ എപ്പോഴാണെന്നറിയോ? ആലപ്പുഴ കടലിലെ ആലപ്പുഴയിലെ 2 വർഷം മുമ്പേ നമ്മൾ കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ പോയപ്പോഴല്ലേ കടൽ കണ്ട് നമ്മള്. കഴിഞ്ഞ കൊല്ലം ഗുരുവായൂർ പോയപ്പോഴാണ് ചാവക്കാട് കടൽ കാണുന്നത്. ആ അങ്ങനെയാണ് ചാവക്കാട് കോഴിക്കോട് പോയിട്ട് വന്നിട്ടുണ്ട് കുറേ പ്രാവശ്യം. അല്ല, കോഴിക്കോട് പോയപ്പോൾ ഫസ്റ്റ് കോഴിക്കോട് എന്താ സന്തോഷേട്ടൻ്റെ വീട്ടിൽ പോയപ്പോഴാണ് കടൽ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ കടൽ കാണുന്നത് എപ്പോഴാണെന്നറിയോ? കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂർക്ക് പോയപ്പോൾ കേട്ടോ. അങ്ങനെയാണ് കണ്ടിട്ടുള്ളൂ. അതൊക്കെ ഓർമ്മയില്ല. അന്ന് കിച്ചോട്ടൻ ചെറുതാണ് കേട്ടോ. അവിടെ കുറേ ഫോട്ടോസൊക്കെ എടുത്തില്ലേ നമ്മൾ പോയിട്ട്. അങ്ങനെ അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വരുന്നത് എന്തിനാണെന്നറിയോ? അനിയൻ്റെ കുട്ടിക്ക് ചോറൂണിനാണ് കേട്ടോ വരുന്നത്. അതപ്പോൾ അതാ ഞാൻ പറഞ്ഞതേ, അനിയൻ്റെ കുട്ടിയുടെ ചോറൂണിനാണ് വരുന്നത്. അതിപ്പോൾ എന്താ നമ്മൾ പെണ്ണുങ്ങളുടെ കാര്യമല്ലേ, ഒന്നും ഉറപ്പ് പറയാൻ പറ്റില്ല. വരണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ നമുക്ക് പോവാൻ പറ്റുള്ളൂ. നീ കഴിച്ചോ പൊന്നാ? കാലൊഴുക വന്നാ പോയിട്ട് ഇനി അത് ചെരുപ്പ് ഇടാൻ പറഞ്ഞു കഴിഞ്ഞാലേ എത്ര ചെരുപ്പ് വാങ്ങിയിട്ടും കാര്യമില്ല. ചെരുപ്പ് വാങ്ങാൻ ഇടാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയില്ല മക്കള് പറഞ്ഞല്ലേ. അത് അവർക്ക് ശീലമാവണമെങ്കിൽ എന്താ ഇനി ചെയ്യുക? അപ്പം അങ്ങനെയാണ് കേട്ടോ. കുട്ടി ഈ ചായ കുടിച്ചിട്ടാ വന്നേ? പുലർച്ചെ 3 മണിക്കൊക്കെ പോയി കഴിഞ്ഞു വെച്ചാൽ അവിടെ എത്തുമ്പോഴേക്കും 9 മണിയാവും എന്ന് പറയുന്നു. അറിയില്ല. ചെരുപ്പിടാൻ പറയുമ്പോൾ ചളിയൊക്കെ അവിടെ താഴെ അതാ ഊത് നോക്ക്. എങ്ങനെയുണ്ട്? അതിന് ചക്കയും മാങ്ങയുള്ള സൂപ്പറാത്ത. അപ്പൊ ഞങ്ങള് എന്താ അവിടുത്തെ പാൽപ്പായസം അടിപൊളിയാണ്. പേര് കേട്ട് അമ്മയൊക്കെ കുടിച്ചിട്ടുണ്ട്. അമ്മയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. അവിടെ ഒരു പശുവൊക്കെ ഉണ്ട് ഇത്ര. അവിടെ ഉണ്ട് ഇത്ര ഒന്ന്. അതൊക്കെ പറഞ്ഞിരുന്നു. ഇശയ്ക്ക് പോയടുത്ത് എന്താണെന്നറിയില്ല കേട്ടോ. അവിടെ കുറേ എണ്ണുണ്ടായിരുന്നു. എന്നിട്ട് അവിടെ ഒരു വഴിപാട് പോലെ അതിൽ ശർക്കര ഉണ്ടയൊക്കെ കൊടുക്കണ്ടായിരുന്നു ചേട്ടാ. ഞങ്ങൾക്ക് അവിടെ സത്യം പറഞ്ഞു കഴിഞ്ഞല്ലേ അത് കാര്യം പറയണ്ടേ. അവിടെ പോയി കഴിഞ്ഞാൽ എവിടെ ബില്ലാക്കുകയെന്ന് അറിയണില്ല, ഒന്നും അറിയണില്ല. അവിടെ എന്താ നമ്മൾ പെണ്ണുങ്ങൾക്ക് പോയി കഴിഞ്ഞാൽ കുളിച്ച് അവരൊക്കെ ഒരു ഡ്രസ്സ് ഒക്കെ തന്നൊരു എന്താ തൊഴുകായിരിക്കുന്ന സ്ഥലം ഉണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടോ കൂട്ടുകാർ. പക്ഷെ ഞങ്ങൾക്ക് അവിടെ നിന്ന് പോയപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ കുളിച്ചിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുന്ന കണ്ടു കേട്ടോ. പക്ഷെ അറിയണ്ടേ എന്താന്നുള്ളത്. ഇനി അടുത്ത പ്രാവശ്യമൊക്കെ നമുക്ക് ശരിയാവില്ല ചേട്ടാ. നമ്മൾ പിന്നെ ധൃതി പിടിച്ച് സമയം വഴുകുമോ എന്ന് പറഞ്ഞിട്ടല്ലേ. അതേപോലെ പറ്റിക്കഴിഞ്ഞാൽ നോക്കട്ടെ. എന്താ വെച്ചാൽ ഈ കുട്ടികൾ ചെറിയ കുട്ടികളെയൊക്കെ കൂട്ടിയിട്ട് ഇങ്ങനെ വരുമ്പോഴേ ഇവരുടെ ശീലം എങ്ങനെയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ അല്ലേട്ടാ. മണ്ണാറശാലയ്ക്ക് വരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും. കുട്ടികളുണ്ടാവാത്തവര് അവിടെ വന്ന് ഉരുളി കമത്തിക്കഴിഞ്ഞ് വെച്ചാൽ കുട്ടികളുണ്ടാവും എന്നൊക്കെ അങ്ങനെ അവിടെ വഴിപാട് ചെയ്യാനൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. പറ്റിയ നമുക്ക് വരാം. ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും ഈ ഭാഗ്യം ഗുരുവായൂർ എന്തെങ്കിലും പറയാ കാണാലോ അല്ലേ ഏട്ടാ. അമ്മുട്ടി അത് ഞാന് അച്ഛനും ഇവരൊക്കെ പോകാൻ വേണ്ടിട്ട് ഇവർക്കൊക്കെ വരണം എന്ന് നല്ല ആഗ്രഹമുണ്ട്. ഉണ്ണിക്ക് ചോറ് കൊടുക്കാൻ പോണ്ടേ? ഞങ്ങളെല്ലാരും പാടെ കേട്ടോ പോണത്. ഞങ്ങൾ 4 ഫാമിലി. നീ പോണ്ട, നീ സ്കൂളിക്ക്. രാവിലെ ചോറും കൂടി ഉണ്ടാക്കാണ്ട് ഞാൻ എങ്ങനെ സ്കൂളിക്ക്? എന്താ ഞാനും അച്ഛയൊക്കെ പോയി കഴിഞ്ഞു വെച്ചാൽ ഞങ്ങള് ഇവിടെ രാത്രി 10-11 മണി. ഞാൻ പറഞ്ഞു പപ്പുവിന്റെ കൂട്ടിൽ ഞാനും കയറിയിട്ടുണ്ട്. എന്ത് ദിവസമാണ് 18-ാം തീയതി? 18-ാം തീയതി. 17-ാം തീയതി 18-ാം തീയതി ഇല്ലേ? വെള്ളിയാഴ്ചയാണ്. കലണ്ടറിൽ പോയി നോക്കി നോക്ക്. ഇങ്ങോട്ട് കേട്ട് കളയണ്ട.
അതെന്തായാലും പോവാന് പറ്റട്ടെ, തിരിച്ചിലുകളൊന്നും ഇല്ലാതെ പോവാൻ പറ്റട്ടെ അല്ലേ. നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും മുടക്കങ്ങൾ ഉണ്ടാവും. മുടക്കങ്ങളൊന്നും ഇല്ലാതിരിക്കട്ടെ. അപ്പോൾ അവിടെ എന്താ വരുമ്പോൾ കാണാൻ പറ്റുന്ന കൂട്ടുകാരെ കാണാം അല്ലേ. അപ്പോൾ നാളെ കാണാം.